ചോറ്റുപാത്രം കുക്കിംഗ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കൂട്ടുകറിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളികേരം അരച്ച് ചേർക്കണില്ല. നമ്മൾ നാളികേരം വറക്കാനുള്ള നാളികേരം മാത്രമേ ഇതിനകത്തേക്ക് ചേർക്കണുള്ളൂ. ശരിക്കും മറ്റേ കൂട്ടുകറിയുടെ പോലെ തന്നെ ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് സദ്യക്കൊക്കെ എളുപ്പത്തിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കൂട്ടുകറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കടല എടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് കടലയാണ് ഞാൻ വേവിച്ച് വെച്ചേക്കണത്. കൂടുതൽ കടല വേണമെങ്കിൽ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ചേനയും കായാണ് എടുത്തിരിക്കണേ. ചേന ഞാൻ കുറവ് എടുത്തിട്ടുണ്ട്. 100 ഗ്രാം ചേനയും ബാക്കി ഒരു 150 ഗ്രാമോളം കായ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ സ്ക്വയറായിട്ടോ ഏത് രീതിയിൽ വേണമെങ്കിലും കണ്ടിച്ചെടുക്കാം. കായയുടെ തൊലിയോട് കൂടിയാണ് കണ്ടിച്ചിരിക്കുന്നത്. അതിനെ ക്ലീൻ ചെയ്തതും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞളിൻ്റെ പൊടി, ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ, ഈ ഒരു 250 ഗ്രാം പച്ചക്കറിക്കുള്ള അളവാട്ടോ ഞാൻ പറയണത്. 1.5 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത്തരം സാധനങ്ങൾ ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒറ്റ വിസിൽ വെച്ചെടുക്കുക. കാരണം നമ്മൾ ഓൾറെഡി കടല വേവിച്ചെടുത്തേക്കുന്നതാണ്. അപ്പോൾ കൂടുതൽ ഇട്ടടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചേനയൊക്കെ കുഴഞ്ഞ് ഒരു പുഴുക്കിൻ്റെ പരുവത്തിലായി പോകും. അപ്പോൾ അതാ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട്, കുറച്ച് വെള്ളം ഉണ്ടെങ്കിലും കുഴപ്പമില്ല, നമുക്കതിനെ നാളികേരം വറക്കണോടുകൂടി തന്നെ അതിനെ വറ്റിച്ചെടുക്കാം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം. ചേനയും കായും കടലയും കൂടി ഒറ്റ വിസിൽ വെച്ചിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. കൂടുതൽ ചെയ്ത് കഴിഞ്ഞാൽ അത് കുഴഞ്ഞു പോകും കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ അതാ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണയും നെയ്യും മിക്സ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. വേറെ ഓയിലുകളൊന്നും ഉപയോഗിക്കരുത് ഇതിന്. അതിനകത്തേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു 1.5 ടീസ്പൂൺ ഉഴുന്നെടുത്ത് വെച്ചിട്ടുണ്ട്. അതിനെ ഇട്ട് കൊടുക്കാം. മുഴുവൻ ഉഴുന്നാണെങ്കിൽ ഏറ്റവും നല്ലതാണ് സ്പ്ലിറ്റിനെക്കാട്ടിലും. അപ്പോൾ കടുകൊന്ന് പൊട്ടി വന്നപ്പോൾ ഞാൻ ഉഴുന്നിട്ട് കൊടുത്തു. ഇനി ഇതിനകത്തേക്ക് 1 കപ്പ് നാളികേരം ചിരകിയത് ചേർത്ത് കൊടുക്കുകയാണ്. നാളികേരത്തിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും ഉണക്കമുളകും കൂടി ചേർത്തിട്ട് ഇതിനെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. നല്ല ബ്രൗൺ കളറിൽ നമ്മൾ സാധാരണ കൂട്ടുകറിയിൽ ചെയ്യണ പോലെ. നാളികേരം നല്ലോണം ഇതുപോലെ മൂത്ത് വരേണ്ട സമയത്ത് ഇതിനകത്തേക്ക് എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് ചതച്ചതും, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനെയും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ വേവിച്ച് വെച്ചേക്കണേ നമ്മൾ നാളികേരം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വറുത്തെടുക്കണം കേട്ടോ. ഈ കായും കടലയും ചേനയും കൂടി ആ വെള്ളത്തോടു കൂടി തന്നെ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണേ. അപ്പോൾ ഇതാ നമ്മുടെ സ്പെഷ്യൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരണവരെ അതിൻ്റെ വെള്ളമൊക്കെ വറ്റിച്ച് അതിനെ നന്നായിട്ട് തോർത്തിയിടുക്കണം. ശരിക്കും ആ ഒരൊറ്റ വിസിൽ വെച്ചുകൊണ്ടാണ് ഇതിങ്ങനെ കിട്ടണത്. കൂടുതൽ നേരിട്ട് അടിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കുഴഞ്ഞു പോകും, പിന്നെ അത് പുഴുക്ക് പോലെ ആയി പോകും. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം എല്ലാവരും. വേണമെങ്കിൽ നമുക്ക് കുക്കറിൽ ഇടാണ്ട് തുറന്ന് വെച്ചിട്ടും കായും ചേനയും കൂടി വേവിച്ചെടുത്താൽ മതി. അപ്പോൾ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. ജീരകത്തിൻ്റെ ടേസ്റ്റ് വേണമെന്നുള്ളവർ ഇത് ഇറക്കണതിന് മുന്നായിട്ട് കുറച്ച് ജീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാണ് ഓണം സ്പെഷ്യൽ കൂട്ടുകറി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരു നല്ല ദിനം. നന്ദി, നമസ്കാരം.